ഹായ് മൈ ഡിയർ ലീഡേഴ്സ്, മൈ ഫാമിലി മെമ്പേഴ്സ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ വരെ എൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും എൻ്റെ മുഖവുമാണ് നിങ്ങൾ കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ മനസ്സ് നിറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആ ചിരിക്ക് പിന്നിലൊരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞങ്ങൾ ഡൽഹിയിൽ വന്നിരിക്കുകയാണ്. അതിന് മുന്നും ഒരു 1.5 ആഴ്ച മുന്നും ഞാൻ ഡൽഹിയിൽ വന്നിരുന്നു. അഡ്വക്കേറ്റ്സ് പറഞ്ഞ ഡാറ്റാസ് എല്ലാം കൊടുത്തിരുന്നു. അത് വെച്ച് അഡ്വക്കേറ്റ്സ് പഠിച്ചിരുന്നു. ഏകദേശം അന്ന് 2 ദിവസം ഞാൻ മൊത്തമായി ഇരുന്ന് അവർക്ക് അതിൻ്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു. ഒപ്പം നമ്മുടെ CS-ഉം ഓഡിറ്ററും മുംബൈയിൽ നിന്ന് വിളിച്ച് അഡ്വക്കേറ്റ്സിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ വന്നപ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ, അതായത് ഒരു വലിയൊരു അഡ്വക്കേറ്റാണ് നമ്മുടെ അഡ്വക്കേറ്റ്, ഡൽഹിയിലെ ഏറ്റവും പേരെടുത്ത ഒരു സീനിയർ ഡെസിഗ്നേറ്റഡ് അഡ്വക്കേറ്റാണ്. ആ അഡ്വക്കേറ്റിൻ്റെ വാക്കുകൾ ഇന്ന് വന്നത്, നിങ്ങളുടെ കമ്പനി എങ്ങനെ വിളിച്ചേനോ, ഞാൻ നിങ്ങളുടെ ബിസിനസ് പഠിച്ചു, CS-ഉം ഓഡിറ്ററും എല്ലാമായി ഞാൻ സംസാരിച്ചു. ഇത് എവിടെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത്? പക്ഷേ ഞാൻ പഠിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിടത്തോളം, നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും ഇത്തരം കാറ്റഗറിയിൽ പെടുന്നതല്ല. അതുകൊണ്ട് ശ്രീനയ്ക്ക് ഞാൻ ഒരു വാക്ക് തരാം, 100% ഉറപ്പായിട്ടും ഈ കമ്പനി ഞാൻ തിരിച്ചു കയ്യിൽ തന്നിരിക്കും. ആ വാക്ക് കേട്ടതും എൻ്റെ കണ്ണിലെ കണ്ണീരൊക്കെ അങ്ങ് കയറിപ്പോയി. കാരണം ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ CS അങ്ങ് മുംബൈയിൽ നിന്ന് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. കാരണം ഒരു 1 കൊല്ലം മുന്നേ വരെ ആളാണ് നമ്മുടെ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ മറ്റു വ്യക്തികളെ ഏൽപ്പിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ അവരെ വിളിക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. അവരുടെ നിർദ്ദേശം പ്രകാരമാണ് നമ്മൾ പല പ്ലാനുകളും കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഡയറക്റ്റ് അഡ്വക്കേറ്റ്സിനെ വന്ന് കാണണം എന്നും പറഞ്ഞിരുന്നു. എൻ്റെ ആ ഒരു ആവശ്യപ്രകാരം അവർ വരികയും അഡ്വക്കേറ്റ്സായിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ശ്രീകുമാർ സാറാവട്ടെ, ഡൽഹിയിലെ ബീന മാധവ് മാഡം ആവട്ടെ, എല്ലാവരും 100% കോൺഫിഡൻ്റ് ആയി. അതിന് ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ. ഒപ്പം നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റാവുന്ന വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 100% ഉറപ്പായിട്ടും ഞാൻ ഈ കമ്പനിയെ തിരിച്ചുകൊണ്ട് വന്നിരിക്കും. അതിനെൻ്റെ ഒപ്പം കട്ടക്കി കൂടെ ഒരു പറ്റം ലീഡേഴ്സ് ഉണ്ട്. പലരും ഇവിടെ താഴെ തട്ടിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ച് ആ ഗ്രൂപ്പിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ലീഡേഴ്സൊക്കെ പല കമ്പനിയിൽ പോയി, പലരും ഇവിടെ ഇല്ല, അവിടെ അടി നടക്കണം. എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് CCTV വെച്ചിരിക്കണേ? അപ്പോൾ ആ CCTV വെച്ചിരിക്കണത് എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും. കാരണം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയാനാണ്. പൊന്നു സുഹൃത്തുക്കളെ, ഇവിടെ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും ഒന്നാണ്, ഞങ്ങളുടെ കമ്പനിയും ഒന്നാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഏകദേശം ഒരു 16ഓളം കോൺഫറൻസ് മീറ്റിങ്ങുകൾ നടത്തി, 16ഓളം ടീമിലേക്ക്. അവിടെ നിന്നെല്ലാം എനിക്ക് മനസ്സിലായ കാര്യം, എല്ലാവർക്കും ഹൈറിച്ചിനെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റും. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ മറ്റു കമ്പനിയെപ്പോലുള്ള ലീഡേഴ്സ് ആരും തിരിച്ചു വരാകില്ല. അവർക്കൊക്കെ ഹൈറിച്ച് വന്നാൽ മതി. അതിനുവേണ്ടി ഹൈറിച്ചിന് വേണ്ടി അവരും ഫണ്ട് കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ കമ്പനിയിൽ HR ആർമി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരും നല്ല രീതിയിൽ നല്ല മാതിരി അവരും ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. അവരത് കട്ടയ്ക്ക് തന്നെ പിടിച്ചിരിക്കുകയാണ്, സൂം മീറ്റുകളും മറ്റൊക്കെ നടത്തിയിട്ട് കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. പിന്നെ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവർ ഇവിടേക്ക് ചകഞ്ഞു നോക്കുന്നത്? കാരണം എന്താണെന്നറിയോ? ഇവിടുത്തെ നമ്മുടെ കൂട്ടായ്മ തന്നെ എങ്ങനെ നോക്കിയിട്ട് തകർന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. അപ്പോൾ അതൊക്കെ അവരുടെ കയ്യിലിരിക്കുള്ളൂ. ആ സങ്കടമൊക്കെ നമ്മുടെ കമ്പനിയെ നമ്മൾ തകർക്കില്ല. നമ്മൾ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകും. ഞാനും പ്രദാ സാർ എന്നും നിങ്ങളുടെ അച്ഛനും അമ്മയും തന്നെ ഇവിടെ ഉണ്ടാവും. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 25 ലാഖാണ് നമുക്ക് കേസിന് ആവശ്യമുള്ളത്. എൻ്റെ കുട്ടികളെല്ലാവരും ഈ ചുരുങ്ങിയ 1-1.5 ദിവസം കൊണ്ട് ഏകദേശം എനിക്ക് 9 ലക്ഷത്തിലേക്ക് മേലെ എത്തിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോഴും
ഹൈറിച്ചിൻ്റെ തിരിച്ചുവരവ് വിശ്വസിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ 1.5 ദിവസം കൊണ്ട് 9 ലക്ഷം രൂപ ഉണ്ടാക്കിയത്. കാരണം ഹൈറിച്ചിൻ്റെ വരുമാനം നിലച്ചിട്ട് ഏകദേശം 8 മാസത്തോളം എല്ലാവർക്കും കഴിഞ്ഞു. എനിക്കറിയാം പലരുടെ ലോണും കാര്യങ്ങളൊക്കെ മുടക്കാണ്, മറ്റുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. പക്ഷേ ഈ സാഹചര്യത്തിലും എന്നെ സഹായിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ സഹായിക്കാൻ, നമ്മുടെ ഫാമിലിയെ സഹായിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ കട്ടക്കി നിന്നു. പലരും മറ്റു കമ്പനിയിൽ പോയി എന്ന് തെറ്റിദ്ധരിക്കുന്ന ലീഡേഴ്സ് പോലും ഈ ദിവസങ്ങളിൽ എന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടെ നിന്നു. അവരൊക്കെ ഞാൻ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ അവരിൽ നിന്ന് വന്ന വാക്കുകൾ, മേഡം, ഹൈറിച്ചിൽ നിന്ന് ആഴ്ചയിൽ നല്ല വരുമാനം വാങ്ങുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നത് പെട്രോൾ കാശ് മാത്രമാണ്. ഇവിടെ നമ്മുടെ കമ്പനി വന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളും ഒറ്റക്കെട്ടായിട്ട് മാമിൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് കമ്പനി തിരിച്ചുകൊണ്ട് വരണം, ഞങ്ങളുടെ ടീമിലേക്ക് സൂം മീറ്റിംഗ് വയ്ക്കുന്നുണ്ട്, മാം കയറണം. അങ്ങനെ അവരുടെയൊക്കെ ടീമിലേക്ക് സൂം മീറ്റിങ്ങുകൾ വെച്ചു. ഞാൻ കയറി സംസാരിച്ചു. എല്ലാവരും കൂടെ ഉണ്ട്. ഇനി എല്ലാവരും കട്ടയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചുരുങ്ങിയ 2-3 ദിവസം കൊണ്ട് ഒരു 25 ലാക്ക് നമുക്ക് അറേസ് ചെയ്യണം. അതോടുകൂടി നമ്മുടെ ഹൈറിച്ചിന് വേണ്ടിയുള്ള ഫണ്ട് കളക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി പിന്നീട് ഞാൻ ആരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. കാരണം നമ്മുടെ കേസ് ഫൈനൽ സ്റ്റേജിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കേസിന് 408 കേസ് നമ്പർ. പക്ഷേ 316 ആകുമ്പോഴത്തേനും കോടതി ടൈം കഴിഞ്ഞ കാരണം നമ്മുടെ കേസ് എടുക്കാൻ വൈകിപ്പോയി. നെക്സ്റ്റ് ഡേറ്റ് നമുക്ക് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം ഞാൻ നിങ്ങളോട് നേരിൽ വന്ന് പറയാം. ഡൽഹിയിലെ കേസ് ഇന്ന് നമ്മൾ ഫയൽ ചെയ്തു. ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങളുടെ വന്ന ഫണ്ടിൽ നിന്ന് ഏകദേശം ഒരു 8 ലക്ഷം രൂപ ഞാൻ മാഡത്തിന് കൊടുത്തിട്ട് അഡ്വാൻസായി കൊടുത്ത് ബാലൻസ് എമൗണ്ടിന് നമ്മുടെ കമ്പനിയിലെ തന്നെ 2 ലീഡേഴ്സിൻ്റെ ചെക്ക് നമ്മൾ ആൾക്ക് അഡ്വാൻസായിട്ട് കൊടുക്കുകയും ചെയ്തു, ബാലൻസ് എമൗണ്ടിന്. അപ്പോൾ ആ ലീഡേഴ്സ് പോലും അവരുടെ ചെക്ക് തന്നത് പോലും അത്രയും വിശ്വസിച്ചുകൊണ്ടാണ്, എന്നെയും നിങ്ങളെയൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ്. കാരണം ഈ 2-3 ദിവസം കൊണ്ട് നമ്മൾ ആ ഫണ്ട് അറേസ് ചെയ്യും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് അവരവരുടെ സ്വന്തം ചെക്കുകൾ പോലും ഇപ്പോൾ അഡ്വക്കറ്റിന് കൊടുക്കാൻ തയ്യാറായതും എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കുന്ന ലീഡേഴ്സാണ് നമ്മുടെ കമ്പനിയിലുള്ളത്. പിന്നെ ഒരു ലീഡർ എനിക്ക് സങ്കടം തോന്നുന്നു, ആളുടെ സ്ഥലത്തിൻ്റെ ആധാരം എനിക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. മാഡം, ഇത് പണയം വയ്ക്കും, സ്ഥലം വിൽക്കോ, എന്താണ് മാഡം എന്ന് ചെയ്യും, എന്നാലും നമ്മുടെ കമ്പനി തിരിച്ചു കിട്ടും. മറ്റാരുമല്ല, ആ ലീഡർ നമ്മുടെ ഫിജി സാം തന്നെയാണ്. അപ്പോൾ അത്രയ്ക്കും നമ്മുടെ കമ്പനി ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട്. പിന്നെ ചെക്കാവട്ടെ, നമ്മുടെ ശിവ സാറും ഷെമിന മാഡമൊക്കെ അത്രയും എഫേർട്ട് എടുത്ത് സ്വന്തം ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതുപോലെ സഹകരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും കമ്പനിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം. നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു 25 ലാക്സ് ഉണ്ടാക്കി കമ്പനി എങ്ങനെയും പുറത്തേക്ക് കൊണ്ടുവരണം. ഒപ്പം പ്രതാപൻ സാറിൻ്റെ ബെയിലാണ് ഈ വരുന്ന 2-ാം തീയതി. അവിടെയും അഡ്വക്കറ്റ് ഏകദേശം അല്ല 99% പറയുന്നുണ്ട് പ്രതാപ് സാറിനെ പുറത്തെടുക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതാപ് സാറിനെതിരെ ഇട്ടിട്ടുള്ള ഗ്രൗണ്ടിലെ 5 അലിഗേഷൻസിനും കറക്റ്റായിട്ടുള്ള റിപ്ലൈ കോടതിക്ക് കൊടുക്കാനായിട്ട് അഡ്വക്കറ്റിന് സാധിക്കും എന്നൊരു ഉറപ്പ് അഡ്വക്കറ്റ് പറയുന്നുണ്ട്. ഒപ്പം ഒരു 80 കോടി രൂപ വിദേശത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ടൊരു അലിഗേഷൻസിലായിരുന്നു ആ അറസ്റ്റ്. ആ 80 കോടി നമ്മുടേതല്ല, അത് ഈ ഒരു എക്സ്ചേഞ്ചിലേക്ക് നമ്മുടെ 23 ലീഡേഴ്സ് വിറ്റ പൈസ ആ എക്സ്ചേഞ്ചുകാരൻ ആളിനെ മറ്റുള്ള എക്സ്ചേഞ്ചുകളിലേക്ക് കൊടുത്ത് കൈമറിഞ്ഞു പോയതാണ് എന്നുള്ള സത്യം ഇപ്പോൾ കുറച്ച് മുന്നേ പുറത്തു വന്നിട്ടുണ്ട്. അത് ആളുടെ തന്നെ എക്സ്ചേഞ്ച് ആയിരുന്നു. അപ്പോൾ അവിടെയും നമ്മുടെ നിരപരാധിത്വം ഏകദേശം തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബഡ്സ് കേസിൻ്റെ ഡേറ്റ് അത് ലൈറ്റായിട്ടാണ് സൈറ്റിൽ കാണിക്കുന്നത്. പക്ഷേ അഡ്വക്കേറ്റ് പറഞ്ഞത് അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, അത് മാറി മറിഞ്ഞു വരും, അത് പറയാം എന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഏകദേശം ഒരു അടുത്ത ദിവസത്തേക്ക് അർജൻറ്റായിട്ട് കേസ് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് അത് റിക്വസ്റ്റ് ഇടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യും. നിങ്ങൾക്കറിയാലോ, ഡെസിഗ്നേറ്റഡ് അഡ്വക്കേറ്റാണ് ശ്രീകുമാർ സാറ്. ആള് നമ്മുടെ കേസ് ഏകദേശം ആൾക്ക് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ആൾ നമ്മുടെ കേസ് ഏറ്റെടുത്തിട്ടുള്ളത്. അതും നമുക്കൊരു പ്ലസ് പോയിൻ്റാണ്.
ഇപ്പോൾ കമ്പനിയെ സഹായിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ടീമുകൾ ഇവിടെ ഉണ്ട്. എല്ലാവരുടെ പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ചിലരുടെ പേര് വിട്ടുപോയി കഴിഞ്ഞാൽ അത് അവർക്കൊരു പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാ ടീമും ഹൈറിച്ചിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഒപ്പം എനിക്ക് തോന്നുന്നു ഈ പരസ്പരമുള്ള കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ ഹൈറിച്ചിനെ സ്നേഹിക്കൽ കൂടായിട്ടാണെന്ന് തോന്നുന്നു. കാരണം ഹൈറിച്ചിനെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ അതിനെ മറ്റാരെന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ആ ഒരു ചെറിയ പിണക്കങ്ങളാണ് ഇന്ന് നമ്മുടെ കമ്പനിയിൽ നടക്കുന്നത്. അത് കമ്പനിയോടുള്ള ഇഷ്ടം കൂടുതലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് എനിക്കോ പ്രധാന സാറിനും യാതൊരു വക സങ്കടങ്ങളും ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ലീഡേഴ്സിനോടും എനിക്കും പ്രധാന സാറിനും യാതൊരു വക വിഷമമില്ല. കാരണം അവരും അവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കൊണ്ടാണ് മറ്റൊരു കമ്പനി തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഹൈറിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ഹൈറിച്ച് ഓപ്പൺ ചെയ്യുന്ന ഈ സമയത്ത് പോലും, ഈ ഒരു യാത്രയിൽ പോലും അവരുടെ ഭാഗത്തു നിന്നുള്ള കൈത്താങ്ങും കാര്യങ്ങളും ഇന്നും വിളിക്കലും അപ്ഡേഷൻ ചോദിക്കലും എല്ലാവരും കമ്പനിയോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, ഇവിടുന്ന് ലീഡേഴ്സ് എവിടെയും പോയിട്ടില്ല, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. പലരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, ലീഡേഴ്സ് ഇട്ടുപോയി ഇനി നിങ്ങൾ പൊക്കോ. വെറും നിങ്ങളുടെ ഇടയ്ക്കിൽ എങ്ങനെ അടി ഉണ്ടാക്കുക, എങ്ങനെ നിങ്ങളെ കൊണ്ട് എഫ്ഐആർ ഇടിയിക്കുക, ഇതൊക്കെയാണ് നമുക്കെതിരെ കളിക്കുന്ന പിന്നീടുള്ള വ്യക്തികളുടെ ഉദ്ദേശം. ഇന്ന് പോലും ഞാൻ നാഷണൽ പ്രൊമോട്ടർ ഗ്രൂപ്പിലിട്ട ഒരു വോയിസ്, ആ വോയിസ് പോലും കറങ്ങി തിരിഞ്ഞ് നെഗറ്റീവ് ഗ്രൂപ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അതായത് ശ്രീനാഥ് മാഡം പറയുന്നത് അവരുടെ സ്വത്തും അതുപോലെ തന്നെ ലീഡേഴ്സിൻ്റെ സ്വത്തും പ്രൊട്ടക്ട് ചെയ്യണം, അപ്പോൾ ജനങ്ങളെല്ലാം. പക്ഷെ ഞാൻ ആ വോയിസിൽ എടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ കമ്പനി തിരിച്ചുകൊണ്ട് വരണം, തിരിച്ചുകൊണ്ട് വന്നേ പറ്റൂ എന്ന്. നമ്മുടെ കമ്പനി തിരിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങളെല്ലാവരുമാണ്, നിങ്ങളുടെ എല്ലാവരുടെ ലൈഫാണ്. ഒപ്പം ഞാൻ പറഞ്ഞ ആ വാക്കുകൾ, ലീഡേഴ്സ് ഒപ്പം നിൽക്കണം. കാരണം ഈ കമ്പനിയെ കൂടുതലായി ബാധിക്കുന്നത് മുൻനിരയിൽ നിൽക്കുന്ന ഒരു പറ്റം ലീഡേഴ്സിനെ ആയിരിക്കും ഇത് കൂടുതലായി ബാധിക്കുക. അതുകൊണ്ട് ലീഡേഴ്സ് എല്ലാവരും ഈ സമയത്ത് ആക്റ്റീവായി കൂടെ നിന്നേ പറ്റൂ കമ്പനിയുടെ കൂടെ. ഒപ്പം ഈ ലീഡേഴ്സിൻ്റെ കൂടെ വന്നിട്ടുള്ള വ്യക്തികളാണ് ഹൈറിച്ചിലുള്ള സാധാരണക്കാരായ മറ്റു വ്യക്തികളെല്ലാവരും. അവരോടും ഈ ലീഡേഴ്സിനെ ഇതേ ഒരു ഇത് വേണം, ഉത്തരവാദിത്തം വേണം. കാരണം അവരിലൂടെ വന്ന് കമ്പനിയിലുള്ള ഒരുപാട് ജനങ്ങൾ കമ്പനിയിലുണ്ട്, അവരിലൂടെ വന്നിട്ടുള്ളവർ. അപ്പോൾ ഈ കമ്പനി തുറന്നാൽ മാത്രമേ ലീഡേഴ്സിനെ ആയാലും അവരുടെ കൂടെ അവരുടെ താഴേക്ക് വന്നിട്ടുള്ള വ്യക്തികൾക്കായാലും ജീവിതവും സമാധാനവും ഒക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ ഈ കമ്പനി തുറക്കാനായിട്ട് ലീഡേഴ്സ് എല്ലാവരും ഈ സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നേ പറ്റൂ. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം, കുറച്ച് മെയിൻ ലീഡേഴ്സ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. കുറച്ച്, അത് വിരലിൽ എണ്ണാവുന്ന കുറച്ച് ലീഡേഴ്സ്. അവരും കൂടിയും ഈ കാര്യത്തിൽ സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 25 lakh എന്ന് പറയുന്ന പൈസ വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അത് മാത്രമാണ് എൻ്റെ ആ ഒരു വോയിസിൽ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതുപോലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നതും എൻ്റെ കരയാത്ത കണ്ണുകളുമായി ചിരിക്കുന്ന മുഖവുമായി നിങ്ങൾ എന്നെ കാണുന്നതും. നിങ്ങൾ എന്നെ അയൺ ലേഡി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. പക്ഷേ ചിലപ്പോൾ ഇടയിൽ അറിയാലോ, എത്ര അയൺ ലേഡി ആയാലും ഞാനൊരു സ്ത്രീയാണ്. എൻ്റെ ഹസ്ബൻഡിനുള്ളിലാണ്, മറ്റാർക്കല്ല, നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് ആ മനുഷ്യൻ ഇന്ന് അവിടെ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷമവും, ഒപ്പം എൻ്റെ കുടുംബത്തിലെ കുട്ടികളായി മറ്റുള്ളവർ ലോൺ അടയ്ക്കാണ്ടും ഹോസ്പിറ്റൽ കേസിനൊക്കെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ എന്നിൽ ഒരു കൊച്ചു വിഷമം അല്ല, നല്ലൊരു വിഷമം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ മുഖത്ത് ആ ഒരു വിഷമം മാറാൻ കാരണം, എൻ്റെ കുട്ടികളെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എനിക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും, അവർക്ക് പഴയ ജീവിതം എനിക്ക് തിരിച്ചു തരാൻ പറ്റും. ആ ഒരു കോൺഫിഡൻറ്റ് എനിക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇനി കമ്പനി തിരിച്ചു വരാൻ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ എല്ലാവരും കമ്പനിയോടൊപ്പം തീർച്ചയായും വേണം. ഏകദേശം 9 ലക്ഷം രൂപയോളം ഞാൻ പറഞ്ഞു അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പൈസ കൂടി വേണം. അതിന് നിങ്ങളെല്ലാവരും കമ്പനിയോടൊപ്പം സഹകരിച്ചേ പറ്റൂ, കൂടെ നിന്നേ പറ്റൂ. പിന്നെയും നിങ്ങളോട് എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ആരും തന്നെ പരസ്പരം എന്താ പറയുക, അങ്ങോട്ട് ഇങ്ങോട്ട് കുറ്റപ്പെടുത്തലുകൾ നിർത്താം. നമ്മളെല്ലാവരും ഒന്നിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ലീഡേഴ്സും മറ്റുള്ളവർക്ക് പോയി എന്ന് പറയുന്നത് എല്ലാം വെറുതെയാണെന്ന് പിന്നെയും ഞാൻ എടുത്ത് പറയുകയാണ്. ആരും എവിടെയും പോയിട്ടില്ല. ഇത് കണ്ട് നെഗറ്റീവുകാരെ നിങ്ങൾ ചിരിക്കേണ്ട. കാരണം നിങ്ങൾ എത്ര നോക്കിയാലും ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ബന്ധത്തെ തകർക്കാൻ സാധിക്കില്ല. കാരണം ഈ ബന്ധം ഞങ്ങളുടെ സ്നേഹം കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ബന്ധമാണ്. ഞങ്ങൾ മറ്റുള്ള വലിയ വലിയ കമ്പനിയിലെ മുതലാളിമാരെ പോലെ സാധാരണക്കാരെ കാണാതെ മാനേജരോടും പിയോടും മാത്രം സംസാരിച്ച് വന്ന വ്യക്തികളല്ല.
ഞങ്ങളുടെ ഹൈറിച്ചിൽ ഐഡിയ ഉള്ള ഒരു കുഞ്ഞു താഴെ ഉള്ള ഒരാൾ പോലും വിളിച്ചാൽ പോലും ഫോൺ എടുക്കുന്ന 2 വ്യക്തികളായിരുന്നു ഞാനും പ്രതാപ് സാർ. ഞങ്ങളുടെ ഓഫീസിൽ വന്ന ആർക്ക് വേണമെങ്കിലും നേരിട്ട് കാണാൻ അവസരമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിദേശത്തെ രാജ്യത്തിരുന്ന് ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങോട്ട് ആഘോഷം നടന്നുള്ള വ്യക്തികളല്ല. സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് സാധാരണക്കാരെ കൂടെ ജീവിച്ച് അവരിൽ ഒരാളായി വളർന്നു വന്ന് അവരെ തന്നെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് മുന്നോട്ട് പോകുന്ന 2 വ്യക്തികളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നും അന്നും ഇന്നും എന്നും ഒരുപോലെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഹൈറിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. അവിടെ നിങ്ങൾ വന്ന് ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കണ്ട. ഞങ്ങളുടെ ഇടയിൽ അത് നടക്കൂല. നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഒരു 5-6 പേരെ വലിക്കാൻ പറ്റിയിരിക്കും, അതിന് ഞങ്ങൾക്ക് വിഷമവുമില്ല. ഒപ്പം ഞങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്ന ബലം, അതൊരു വലിയൊരു ബലം തന്നെയാണ്. അതിന് എൻ്റെ കുട്ടികളാണ് ഞങ്ങളുടെ ഹൈറിച്ചിൻ്റെ പിൻബലം. കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ ഒരുപാട് ലീഡേഴ്സും ഒരുപാട് വ്യക്തികളും ഈ ഹൈറിച്ച് പ്രസ്ഥാനത്തിലുണ്ട് എന്ന് തന്നെയാണ് കമ്പനിയുടെ ഏറ്റവും വലിയ വിജയം. അതിന് ഞാൻ എൻ്റെ കുട്ടികളോട് ഒരുപാട് 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 നന്ദി പറയുന്നു. ഞാനിതൊരാളെയും വെല്ലുവിളിച്ചതല്ല എന്നെടുത്ത് പറയട്ടെ. കാരണം നിങ്ങൾ പണിയെടുത്ത് മതിയായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആ പണി ഒന്നും നിർത്തിക്കോ, എൻ്റെ കുട്ടികളെ വലിച്ചാൽ കിട്ടില്ല. കാരണം ഇതിൽ 4-5 ID ഞങ്ങളിവിടെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടു, കള്ളപ്പല്ല് കയറിയിരിക്കുന്ന നെഗറ്റീവുകാരൻ. അതുകൊണ്ട് നിങ്ങളോടാണ് എൻ്റെ ഈ പറച്ചിൽ. എൻ്റെ കുട്ടികളോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയും നമ്മുടെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരും കട്ടയ്ക്ക് ഉണ്ടാവാം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ലീഗലായി തന്നെ എല്ലാ ബന്ധനങ്ങളും എല്ലാം മാറ്റിക്കൊണ്ട് നമ്മൾ തിരിച്ചു വരും. ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും. എല്ലാവർക്കും ഒരുപാട് 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 നന്ദി, സന്തോഷം. താങ്ക് യു.